നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ നെഞ്ചുവേദനയായിട്ട് കൊണ്ടുവന്ന 50 വയസ്സുകാരൻ ഇവിടെ എത്തി ECG എടുക്കുകയുണ്ടായി. ECG എടുത്തപ്പോഴേക്കും ഹാർട്ട് അറ്റാക്ക് ആണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ ഹാർട്ട് അറ്റാക്കിന് കൊടുക്കുന്ന മരുന്നുകൾ കൊടുത്ത് അദ്ദേഹത്തെ റെഫർ ചെയ്തു. പക്ഷേ അതിനുശേഷം അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുകയുണ്ടായി. അപ്പോൾ ആശുപത്രിയിലെ അങ്ങനെ ഒരു സംഭവം തീർച്ചയായിട്ടും ആ ഒരു കുടുംബത്തിന് വലിയ നഷ്ടമാണ്. ഏതൊരു മരണവും ഒരു നാടിനും വീടിനും ഒരു നഷ്ടം തന്നെയാണ്, നമുക്ക് നികത്താനാവാത്ത നഷ്ടം തന്നെയാണ്. നമ്മുടെ ആശുപത്രിയിൽ ദിനം പ്രതി ഏകദേശം 2000-2500ഓളം OP ഉള്ളതാണ്. കിടത്തി ചികിത്സ ഏകദേശം 250ഓളം പേര് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഇവിടെ നമുക്ക് ഈ ഒരു പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രി എന്നുള്ള നിലയിൽ വളരെയധികം പാവങ്ങളടക്കം രോഗികൾ ആശ്രയിക്കുന്ന സ്ഥാപനമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള സമയത്ത് കുറച്ചധികം നമുക്ക് തിരക്കുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഉള്ളിലേക്ക് പെട്ടെന്ന് കടത്തി വിട്ടില്ല എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആശുപത്രിയിൽ മുഴുവൻ CCTV കവറേജും എല്ലാം ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നിട്ടുള്ള സ്ഥിതിക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമം ആരംഭിച്ചിട്ടുണ്ട്. ആരോപണ വിധേയനായിട്ടുള്ള ആളിനെ തൽക്കാലം മാറി നിൽക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശദമായിട്ട് നാളെ തന്നെ അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം എല്ലാം എടുത്ത് പരിശോധിച്ചിട്ട് കൃത്യമായി എന്തെങ്കിലും വീഴ്ച അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി നടപടി സ്വീകരിക്കുന്നതാണ്. അങ്ങനെ ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാനിവിടെ 9 മാസം മുന്നെയാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിലൊരു പരാതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അതിൻ്റെ അന്വേഷണം നടന്നിട്ടുണ്ട്. കാഷ്വാലിറ്റിയിൽ ഇത്തരം സംഭവങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ ഇതുവരെയും പെട്ടിട്ടില്ല. പിന്നെ നമുക്ക് ആശുപത്രി നല്ല രീതിയിൽ തിരക്കുള്ള ഒരു ആശുപത്രിയാണ്. അപ്പോൾ ഇവിടെ NQS അടക്കമുള്ള നാഷണൽ ക്വാളിറ്റിയുടെ അടക്കം ട്രെയിനിങ്ങുകൾ എല്ലാ സ്റ്റാഫിനും നൽകിയിട്ടുണ്ട്. നമുക്കിവിടെ കാണാവുന്നതുപോലെ റെഡ് കാറ്റഗറിയിലുള്ളവരെ ശരിക്കും പറഞ്ഞാൽ വെയിറ്റ് ചെയ്യിക്കുന്നില്ല. അപ്പോൾ അത് ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെ നെഞ്ചുവേദനയായിട്ട് വരുന്നവരോ അങ്ങനെയുള്ളവരെ കൃത്യമായിട്ട് റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി നമ്മുടെ ജീവനക്കാർ ആദ്യം തന്നെ ECG അടക്കമുള്ള ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഡോക്ടറെ കൂടെ വിളിച്ച് കാണിച്ചിട്ട് അതിൻ്റെ നടപടി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് CCTV അടക്കമുള്ളത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഇല്ല, ഇത്തരം ഗുരുതരാവസ്ഥയിൽ വരുന്നവർ OP ടിക്കറ്റ് വേണ്ട എന്നല്ല, പക്ഷേ അതിന് വേണ്ടിയിട്ട് ആരും വെയിറ്റ് ചെയ്യിക്കാറില്ല. നമുക്കിവിടെ കാഷ്വാലിറ്റിയിലും വാർഡിൽ ഡ്യൂട്ടിയിലൊക്കെ ഡോക്ടർമാരുണ്ട്. അപ്പോൾ അവർ കൃത്യമായിട്ട് പരിചരണം നൽകുന്നുമുണ്ട്. 2 പേരുണ്ടായിരുന്നു. കൃത്യമായിട്ട് കൊടുക്കേണ്ട ചികിത്സ കൊടുത്തു എന്നാണ് എനിക്കറിയാനായിട്ട് സാധിച്ചത്. എന്തായാലും ബാക്കി രേഖകൾ പരിശോധിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. OP ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അകത്ത് കയറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലിരുത്തണോ എന്ന് സെക്യൂരിറ്റി ചോദിച്ചു എന്നാണ് ഈ കൊണ്ടുവന്ന അത് CCTV അടക്കമുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ട് എനിക്കത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇത്തരം കാര്യം തീർച്ചയായിട്ടും അത് ഏതെങ്കിലും രീതിയിലൊരു കുറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് ഇത്തരം കാര്യങ്ങൾ മാതൃകാപരമായിട്ട് തന്നെ ശിക്ഷാ നടപടികൾ എടുക്കേണ്ടത് തന്നെയാണ്. കാരണം ആരോഗ്യ മേഖല എന്ന് പറയുന്നത് ഏറ്റവും കരുതലോടുകൂടെ കൈകാര്യം ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും എൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം തന്നെ എന്നോട് കൃത്യമായി ഇത് വിവരങ്ങൾ ആരായുകയും അത് വിശദമായ റിപ്പോർട്ട് നൽകാനും അത് വേണ്ട നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്.